നിലമ്പൂരിൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വിവിധയിടങ്ങളിലെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ അടിയന്തര നടപടികൾ ആരംഭിച്ച നഗരസഭ. യന്ത്രസഹായത്തോടെയാണ് ഇവ മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇന്നലെ നഗരസഭ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചിരുന്നു. മാലിന്യം ഉടൻ നീക്കം ചെയ്യാമെന്ന് ചെയർപേഴ്സൺ ഉറപ്പും നൽകിയിരുന്നു. മിൽമ ജംഗ്ഷന് സമീപവും പുതിയ ബസ് സ്റ്റാൻഡിനും സമീപവുമുള്ള മാലിന്യങ്ങളാണ് യന്ത്രസഹായത്തോടെ നീക്കം ചെയ്യുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കുമഞ്ചേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മേരീസ് ഷിബു, സുരേഷ് പാത്തിപ്പാറ, കൌൺസിലർമാർ, കോൺഗ്രസ് നേതാക്കളായ പാലോളി മെഹബൂബ്, എ ഗോപിനാഥ് എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. നഗരസഭയിലെ മാലിന്യ ട്രീറ്റ്മെന്റ് പ്ലാന്റിനായി DPR തയ്യാറായിട്ടുണ്ടെന്നും വേസ്റ്റ് തള്ളുന്ന വ്യാപാര സ്ഥാപനങ്ങളെ കണ്ടെത്തി നോട്ടീസ് നൽകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. ഇന്നലെ ജനങ്ങളോട് ഏറ്റ പോലെ തന്നെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇന്നിപ്പോൾ JCB വെച്ച് വേസ്റ്റ് എടുക്കുന്ന പദ്ധതി നടത്തുകയാണ്. അവിടെ രണ്ട് ഭാഗത്തും ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഇരു ഭാഗങ്ങളിലുമായി മാത്രവുമല്ല ഇതിൻ്റെ കരയ്ക്ക് എല്ലാ കടക്കാർക്കും അവരെല്ലാവരും ഇവിടെ കൊണ്ട് ഈ വേസ്റ്റ് തള്ളുന്ന ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. മുമ്പ് അങ്ങനെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ വീണ്ടും അത് ആവർത്തിച്ചത് തുടർച്ചയായ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് ഞങ്ങളുടെ ഭാഗത്തൊരു വീഴ്ചയുണ്ട്. അതേസമയം ഇനി അത് അനുവദിക്കില്ല എന്ന് തീർത്തും പറയുകയാണ്. കാരണം നഗരവും നന്നായിരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. വൃത്തിഹീനമായൊരു സാഹചര്യത്തിൽ ഭക്ഷണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് ഒട്ടും ശുഭോദാർക്കമല്ല. അത് ഒരു കാരണവശാലും നഗരസഭ അനുവദിക്കില്ല. അതിന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരോട് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ കടക്കാർക്കും ഇതിന് ഇപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള മാലിന്യം പുറത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് കൊണ്ടുപോകണമെങ്കിൽ വലിയ പണച്ചെലവുണ്ട്. മാത്രമല്ല ഫൈനായിട്ടും ഇവരിൽ നിന്ന് തന്നെ ഇത് ഈടാക്കി നഗരസഭയ്ക്ക് പുറത്തേക്ക് ഇത് കൊണ്ടുപോയി എറണാകുളത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ ചെയ്യിക്കുകയും ചെയ്യും. മാത്രമല്ല വാക്ക് പാലിക്കും. IRTC ഏജൻസി വന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ അടുത്ത STP ആരംഭിക്കാനുള്ള ധാരണയായിട്ടുണ്ട്.